അവരൊക്കെ രാജിവെച്ചിട്ടുണ്ട്. അവരൊക്കെ കൂടി തിങ്കളാഴ്ച ഒരു യോഗം ചേരും എന്നാണ് ഞാൻ. മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷം പേരെടുത്ത് പറയാൻ പാടില്ലെങ്കിലും കൂടി ഈ പഞ്ചായത്ത് കുട്ടിച്ചോറാക്കണ മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അയാൾക്ക് നല്ലൊരു പിടിപാടുണ്ട്. കാരണം ഈ 2 കൊല്ലത്തെ ഔദ്യോഗിക രേഖകൾ എന്റെ കയ്യിൽ കിട്ടിയാൽ പലതും പ്രശ്നമാവും. ഇപ്പം മിനിറ്റ്സ് ഞങ്ങൾക്ക് തരണം. മിനിറ്റ്സ് തിരുത്തിയൊരു വിവാദം ഉണ്ട് അവിടെ. അതിപ്പം നാളെ തിങ്കളാഴ്ച ബോർഡിൽ ഇടതുപക്ഷം ഏറ്റുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് അറിയാൻ കാര്യങ്ങൾ. അപ്പോൾ അതിനെ തുടർന്ന് ഈ 2 കൊല്ലത്തെയും മിനിറ്റ്സ് പരിശോധന വേണം എന്ന് ഞാൻ മണ്ഡലം കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ആ മിനിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് കിട്ടാതിരിക്കാനുള്ള വലിയ ഓഫറാണ് ഒരു രാത്രി കൊണ്ട് നടന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ ജലനിധി, മാലിന്യം, പിന്നെ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് തെറ്റാണ്. പ്രോജക്റ്റുകളൊക്കെ തന്നെ പിന്നെ ഒരു പേരിന് എന്തെങ്കിലും അടിച്ച് അത് നടപ്പാക്കാൻ പറ്റാത്ത പ്രോജക്റ്റുകൾ ഉണ്ടാക്കുക, ആൾക്കാർക്ക് ഗുണകരമല്ലാത്ത പ്രോജക്റ്റുകൾ. ശരിക്ക് അതൊക്കെ എന്നോടുള്ള നീരസത്തിന് കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. അപ്പോൾ അതിന്റെ കീഴിൽ വരുന്ന കുടിവെള്ളം അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ രൂപീകരിക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് വേണ്ടത്. പക്ഷേ കുറ്റിപ്പുറം പഞ്ചായത്തിലെ കീഴ്വഴക്കം ഞാൻ നേരത്തെ പറഞ്ഞ ഈ നേതാവിന്റെ ഒരു അതൊന്നുമില്ല. ഇവിടെ എങ്ങനെയാണ്, ഇവിടൊക്കെ എങ്ങനെയാണ്? അവിടെ ബോർഡിൽ അയാൾക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതിനെ എതിർക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. പിന്നെ പ്രതിപക്ഷം അത് അവരെ ഡ്യൂട്ടി ചെയ്യുമല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് അങ്ങനെയല്ല. അത് അറിയുന്നത് ലേഡീസ് കുറവാണ്. കാരണം ഒക്കെ വീട്ടമ്മമാരും വിദ്യാഭ്യാസം കുറഞ്ഞവരും പിന്നെ ലേഡീസിന്റെ ആ രീതിയിലുള്ള. ഞാൻ അങ്ങനെയല്ല. ഞാൻ 27 കൊല്ലം പാരലൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയ ആളാണ്. എല്ലാ തരത്തിലുള്ള ആളുകളും. പിന്നെ കുറ്റിപ്പുറാണ് സ്ഥലം. എനിക്കും എൻ്റെ സ്റ്റുഡൻസും അതുമായി ബന്ധപ്പെട്ട എന്നെ അറിയുന്ന ധാരാളം ആളുകൾ, എന്നെ മനസ്സിലാക്കുന്ന ധാരാളം ആളുകൾ പുറത്തുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസും എനിക്കുണ്ട്. പിന്നെ എൻ്റെ മൊത്തത്തിലുള്ള ഒരു പോളിസി എന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കാനാണ് ഇന്ന ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പറഞ്ഞിട്ട് തന്നെ വോട്ട് ചെയ്തിരിക്കുന്നത്. പലരും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് കാണിക്കുന്ന ഒരു അനീതി ആവില്ല ഇത്. പിന്നെ എൻ്റെ വാർഡിലെ ആളുകളെ കുറിച്ച് ഈ പറയുന്നവരെ ആശങ്കപ്പെടണ്ട. അവർക്കുള്ള ആശങ്ക നമ്മൾ തീർത്തോളാം. അവർക്ക് ആശങ്ക ഉണ്ടോ എന്നുള്ളത് പറയുന്നവർ നോക്കണ്ട. 17-ാം വാർഡിലെ ആളുകൾക്ക് അറിയാം എന്തിനാണ് ഈ രാജിയെന്നും എന്താണ് ഇതിന്റെ